എല്ലാവർക്കും നമസ്കാരം. പരീക്ഷാ ചൂടിലാണോ? ഭയമൊന്നും വേണ്ട, സന്തോഷമായി എഴുതുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മിക്കവാറും വരാൻ 100% സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അതായത് അശ്വമേധം എന്ന കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് വരാൻ ഉറപ്പുള്ള ചോദ്യോത്തരങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അർദ്ധവാനരത്വത്തിൽ നിന്ന് കരകയറാൻ ആയിരക്കണക്ക് വർഷങ്ങളായി പാടുപെടുന്ന മനുഷ്യവർഗത്തിൻ്റെ സന്തത സഹചാരിയാണ് സാഹിത്യകല. എണ്ണമറ്റ നൂറ്റാണ്ടുകളിലേക്ക് ഈ കലയുടെ ഭാവി ശോഭനമായി നീണ്ടുകിടക്കുന്നു. സി രാധാകൃഷ്ണൻ്റെ ആശയങ്ങളാണിത്. ഇത് വിശദീകരിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേതാണ്? അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് വരും. ഇൻട്രൊഡക്ഷൻ സെയിം തന്നെ. കോടാനുകോടി, അതായത് കോടാനുകോടി പുരുഷാന്തരങ്ങളിലൂടെ മനുഷ്യർ നേടിയ സർഗശക്തിയാണ് സാഹിത്യകല. പ്രകൃതിയെ മല്ലിട്ട് വെട്ടി വിജയം നേടിയതാണ് അതിൻ്റെ ശക്തികൾ. ഇനി പീലി വിരിച്ച് ഇളകിയാടുന്ന മയിലിൻ്റെ തന്ത്രമല്ല അതിൻ്റെ സംസ്കാരമണ്ഡലം. കോടി ശതാബ്ദങ്ങൾക്ക് മുമ്പ് മുതുമുത്തച്ഛന്മാർ കണ്ടെടുത്തതാണിത്. ഇനി മുത്തശ്ശിമാർ കാട്ടുപുൽത്തണ്ട് നൽകി വളർത്തി കാട്ടുചോലകൾ പാടിയ പാട്ട് ഏറ്റുപാടി പഠിപ്പിച്ചു. ഇനി കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ അത് കുതിച്ചു പാഞ്ഞപ്പോൾ അതിൻ്റെ കുളമ്പുകൾ അനേകം ശവകുടീരങ്ങളിൽ നൃത്തമാടി. അഹങ്കരിച്ച രാഷ്ട്രപ്രതാപങ്ങളുടെ കൊത്തളങ്ങളെ പിന്നിട്ട യാത്രയിൽ കൊറ്റക്കുടകളും മുത്തണിക്കുന്നുകളും ഭരണകൂടങ്ങളും തകർന്നു വീണു. കാലാന്തരങ്ങളിലൂടെ വാനരത്വത്തിൽ നിന്ന് പ്രകൃതിയുമായി പടപൊരുതി നേടിയ ആ സർഗശക്തിയാണത്. ആ സർഗശക്തിയിൽ കലകളുണ്ടായി. അതിലൊന്നാണ് സാഹിത്യകല. അപ്പോൾ ഈ ആൻസർ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ സർഗശേഷി വിജയം നേടി ചരിത്ര മുഹൂർത്തങ്ങളെ കവി പരാമർശിക്കുന്നത് എങ്ങനെ? ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദിമ മനുഷ്യന്മാരെ പോലെ കാട്ടിൽ കഴിഞ്ഞുകൂടിയ കാലങ്ങൾ വേഗമാണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യേണ്ടതുണ്ട്. പ്രകൃതിയോട് മല്ലിട്ട് പടവെട്ടി നേടിയതാണ് എൻ്റെ വിജയം. കോടാനുകോടി ശതാബ്ദങ്ങൾക്ക് മുമ്പ് കാട്ടിൽ വെച്ച പൂർവ്വപിതാക്കന്മാർ അതിൻ്റെ ശക്തി കണ്ടറിഞ്ഞു. സർഗശേഷിയായ കുതിരയെ മുത്തശ്ശിമാർ പുൽത്തണ്ട് നൽകി വളർത്തി. കാട്ടുചോലകൾ പാടിയ പാട്ട് ഏറ്റുപാടി പഠിപ്പിച്ച മുത്തശ്ശിമാരാണ്. ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ അത് കുതിച്ചു പാഞ്ഞു. അനേക രാജ്യങ്ങളും രാജാക്കന്മാരും അതിൻ്റെ ശക്തിയിൽ നിലംപതിച്ചു. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ എഴുതണം. പലരും തങ്ങളുടെ ചൊൽപ്പടിക്ക് ഇതിനെ നിർത്താൻ വന്നു. ആർക്കും വേണ്ടി അത് നിന്നില്ല. ഭരണാധികാരികളുടെയും പടയാളികളുടെയും മന്ത്രതന്ത്ര ചൊൽപ്പടിക്ക് നിൽക്കാതെ കാലാന്തരങ്ങളിലൂടെ സർഗശക്തി പാഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ പ്രധാനപ്പെട്ടതാണ് അങ്കമാടി കുതിരയെ വീണ്ടെടുത്തണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ. ആരിൽ നിന്നൊക്കെയാണ് അവർ ഈ കുതിരയെ കണ്ടെടുത്തത്? ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നോക്കി വയ്ക്കണം. ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. വേദജ്ഞാനികൾ വന്നു, രാജകീയ പരിവേഷത്തിന് ഉന്മത്ത സേനകൾ വന്നു, കോടി ശതാബ്ദങ്ങൾ പൂർവികർ മല്ലിട്ട് നേടിയതെന്നൊക്കെ എഴുതി വ്യക്തമാക്കുക. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്, ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. അത് വയലാറിൻ്റെ വരികളാണ്. എനിക്ക് രസമീ നിന്നോന്നതമാ വഴിക്കു തേരിലുൾ വായിക്കാൻ. ഇടശ്ശേരിയുടെ. അത് തമ്മിലുള്ള കമ്പാരിസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. സർഗശക്തിയിലൂടെ ദൈവികത്വം വരുത്താൻ കവി ദൈവമല്ലെന്നും മാന്ത്രികത ഉളവാക്കാൻ മാന്ത്രികനല്ലെന്നും പറയുന്നു. പച്ചമണ്ണിൻ്റെ മനുഷ്യത്വമാണെന്ന് പറയുന്നു. നിങ്ങൾ വിശദീകരണം കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് കേട്ടോ. ഓക്കെ, ഇനി അജയ്യമായ മനുഷ്യശക്തി, അതായത് അതിന് എന്താ ചോദ്യം എന്ന് വെച്ചാൽ, മാനവ പുരോഗതിയുടെ ചിത്രമാണ് അശ്വമേധം എന്ന വയലാർ കവിത. ലോകത്തെ കീഴടക്കുന്ന മനുഷ്യൻ്റെ മഹത്വമാണ് ഇതിൻ്റെ വരികളിൽ. ഈ വരി, അതായത് പാലായുടെ വരികളിലുള്ളത്. ഏതാ പാല? രണ്ട് കവി, അതായത് ഇടശ്ശേരിയുടെയും വയലാറിൻ്റെയും നമ്മൾ ആദ്യം താരതമ്യം പറഞ്ഞ പോലെ തന്നെ ദിഗ്വിജയത്തിന് സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു വയലാറിൻ്റെ. പണ്ട് വിദൂരമാം കാലത്ത് കീടമായി ഉണ്ടായ മർത്യൻ്റെ മസ്തിഷ്കവാളിയിൽ സുന്ദര ചിന്താ മധുരഫലങ്ങളായി നിന്നു തുടിക്കുന്നു വിശ്വവിഭൂതികൾ. അത് പാലാ നാരായണൻ നായരുടെ വരികൾ. ഇത് രണ്ടും വെച്ചിട്ട് ഒരു ആൻസർ എഴുതാൻ മാനവ പുരോഗതിയുടെ ചിത്രമാണ് അശ്വമേധം. വയലാർ കവിതകളെക്കുറിച്ച് വിശദീകരിക്കാൻ ചോദിച്ചാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. ആധുനിക മനുഷ്യൻ്റെ പൂർവ്വപിതാക്കന്മാർ കൊടും കാടുകളിൽ നിന്ന് മല്ലിട്ട് നേടിയത് എഴുതണം. പ്രകൃതിയോട് മല്ലിട്ട് നേടിയത് മുത്തശ്ശിമാർ കണ്ടെടുത്ത കാര്യങ്ങൾ എഴുതണം. ചക്രങ്ങളുടെ കണ്ടുപിടുത്തം, തീയുടെ കണ്ടുപിടുത്തം മാനവ പുരോഗതിയുടെ പടവുകളായിരുന്നു. ആശയവിനിമയത്തിനായി മനുഷ്യൻ ഭാഷ കണ്ടുപിടിച്ചു. ഭാഷ വശമായപ്പോൾ ആവിഷ്കാരത്തിലുള്ള അഭിനിവേശമുണ്ടായി. അതൊക്കെ എഴുതണം. പുതിയ അറിവുകൾ പരിഷ്കൃതമായ ജനസമൂഹത്തെ സൃഷ്ടിക്കുന്നതാണ് സഹായിച്ചു. പിന്നെ അതായത്
മനുഷ്യൻ്റെ ത്യാഗോജ്വലമായ പുരോഗതിയുടെ ചരിത്രമാണ് വയലാറിന് പറയാനുള്ളത്. പാലാനാരായണൻ നായരുടെ കവിതാഭാഗത്തിന് സാരം ഇത് തന്നെ. മനുഷ്യൻ പണ്ട് വളരെ മൃഗതുല്യരായി കീടങ്ങളായി കഴിഞ്ഞിരുന്ന കാലത്ത് അവൻ്റെ മസ്തിഷ്കത്തിലുണ്ടായ ചിന്തയുടെ മധുരഫലങ്ങളാണ് ആകാശത്തെ കൂടി കീഴടയിരിക്കുന്ന വിശ്വവിഭൂതികളായി പരിണമിച്ചത്. അജയ്യമായ മനുഷ്യൻ്റെ ശക്തി വിശേഷണമാണ് പറയുന്നത്. നോക്കി വയ്ക്കുക. അപ്പോൾ അശ്വമേധം ബെസ്റ്റ് വിഷസ്. ഓക്കെ, ബൈ.